ഇപ്പോൾ ആമസോൺ ഫയർ ടി വി സ്റ്റിക്കിൽ പല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും വരാറുണ്ട്. ഇപ്പം ആമസോൺ ഫയർ ടി വി സ്റ്റിക്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ടി വി ഓണാക്കിയതിന് ശേഷം ഇവിടെ ലാസ്റ്റ് നമുക്ക് സെറ്റിംഗ്സ് ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യുക. ആ ഒരു ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്താൽ താഴെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുക. താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈ ഫയർ ടി വി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എബൌട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ അപ്ഡേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് കുറച്ച് ടൈം എടുക്കും. പിന്നെ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വേറെ ബട്ടണിലൊന്നും ക്ലിക്ക് ചെയ്യാൻ പാടില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ചിലപ്പം കുറച്ച് ടൈം എടുക്കും. ആ ഒരു ടൈം എടുത്തിട്ടായിരിക്കും അപ്ഡേറ്റ് ഒക്കെ ഫിനിഷ് ആവുക. അതിൻ്റെ ഇടയിൽ ടി വി ഒന്നും ഓഫ് ആക്കാതിരിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് ഇൻസ്റ്റാൾ ആയിട്ട് ടി വി ഓൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആമസോൺ ഫയർ ടി വി സ്റ്റിക്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.